ഏഷ്യ കപ്പിൽ ബോളർമാർക്ക് ആധിപത്യമുള്ള UAE മൈതാനങ്ങളിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ അഴിഞ്ഞാട്ടമാണ് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ കണ്ടത്. സ്പിന്നർമാർക്കും പേസർമാർക്കും ഒരേപോലെ ആധിപത്യമുള്ള പിച്ചുകളിൽ ടൂർണമെന്റിൽ 100-ലധികം ബാറ്റർമാർ കളത്തിലിറങ്ങിയപ്പോൾ 100 റൺസ് പിന്നിട്ടത് വിരളിലെണ്ണാവുന്നവർ മാത്രം. 150 പിന്നിട്ടത് അഭിഷേക് അടക്കം 3 താരങ്ങൾ മാത്രം. UAE പിച്ചിൽ മറ്റു താരങ്ങൾ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ 208 സ്ട്രൈക്ക് റേറ്റിൽ അഭിഷേക് അടിച്ചുകൂട്ടിയത് 173 റൺസ്. സൂപ്പർ 4-ൽ പാകിസ്ഥാനെതിരെ അഭിഷേകിന്റെ വെടിക്കെട്ട് പ്രകടനം. 39 പന്തിൽ 74 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ഗ്രൂപ്പ് മത്സരത്തിലും പാകിസ്ഥാനെതിരെ വെടിക്കെട്ട് തന്നെയായിരുന്നു അഭിഷേക് തീർത്തത്. 13 പന്തിൽ 31 റൺസാണ് അന്ന് അടിച്ചെടുത്തത്. UAEക്കെതിരെ 16 പന്തിൽ 30-ഉം ഒമാനെതിരെ 15 പന്തിൽ 38-ഉമാണ് അഭിഷേകിന്റെ ബാറ്റിംഗിൽ പിറന്ന വിസ്ഫോടനം. ബാറ്റിംഗ് ശൈലിയിൽ അഭിഷേകിനെ പലരും യുവരാജ് സിംഗിനോട് താരതമ്യം ചെയ്യാറുണ്ടെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു വീരേന്ദ്ര സേവാഗ് എഫക്റ്റാണ് ഒളിഞ്ഞിരിക്കുന്നത്. ബാറ്റിംഗിന്റെ സ്വിങ്ങും കൈയും കണ്ണും തമ്മിലുള്ള കോർഡിനേഷനുമെല്ലാം സേവാഗിന്റെ രീതി തന്നെ. ആക്രമാസക്തമാണ് ഇരുവരുടെയും ശൈലി. ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ തീർക്കുന്ന വെടിക്കെട്ട് വിരുന്ന്. ഗ്രൗണ്ട് ഷോട്ടുകൾക്ക് മുതിരാതെ പന്തുകൾ ഗാലറിക്ക് മുകളിലൂടെ അടിക്കുന്നതാണ് അഭിഷേകിനും പ്രിയം. സൂപ്പർ 4-ൽ ഇന്ന് ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് അഭിഷേകിന്റെ ആരെയും കൂസാതെയുള്ള വെടിക്കെട്ടിനാണ്.